മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തെ സംഗീത സാന്ദ്രമാക്കാൻ പ്രശസ്ത പിന്നണി ഗായകൻ അജയ് സത്യൻ ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലെ. ഇന്ന് ക്രിസ്മസ് ദിനം, എന്തൊക്കെയാണ് ക്രിസ്മസ് സംഗീത വിശേഷങ്ങൾ? ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എൻ്റെ ബാൻഡായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ച് ഷോസൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഒരു തയ്യാറെടുപ്പില്ല. പിന്നെ നമ്മുടെ 2 ഓൺ കോമ്പോസിഷൻ റിലീസായിട്ടുണ്ട്. സോ അതിൻ്റെ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണല്ലോ. ക്രിസ്മസ് പ്രത്യേകിച്ച് ഒരു സംഗീത സാന്ദ്രമാണ്. അതെ, ഫുൾ ടൈം മ്യൂസിക് ആണ് എല്ലാവരും. ഇപ്പോൾ ഇതിനു മുമ്പ് അജയ് പാടിയിട്ടുള്ള പാട്ടുകൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒരു യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ദിനമല്ലേ, ആദ്യമേ ഒരു പാട്ടോട് കൂടി അങ്ങ് തുടങ്ങാം. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഒരു ഡിവോഷൻ സോങ്ങാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഞാൻ പാടേണ്ടി വരും. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴിയിൽ നീ അഭയമരുളൂ, രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇപ്പോൾ പ്രയാൺ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡ് ആയിരിക്കുന്നു. എങ്ങനെയാ എന്തൊക്കെയാണ് പ്രയാണിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പോൾ പ്രയാൺ കുറച്ച് കോമ്പോസിഷൻസ് ആയിട്ട് തന്നെ നമ്മളിനി പ്രൊസീഡ് ചെയ്യാമെന്ന് നമ്മളിങ്ങനെ തീരുമാനിച്ചിരിക്കണം. പക്ഷേ ഷോസിന് നമ്മൾ ഓഡിയൻസിന് ഇഷ്ടമുള്ള കുറച്ച് സോങ്സ് നമ്മൾ നിങ്ങളുടെ ഇപ്പോൾ ഓരോ ബാൻഡിന്റെയും അവരുടെ ഓൺ സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഓൺ സോങ്സ് ഓൺ കോമ്പോസിഷൻ? ഇപ്പോൾ 2 സോങ്സ് റിലീസ് ആയിട്ടുണ്ട്. ഒന്ന് പ്രയാണം എന്നാണ്, പിന്നെ ഒന്ന് ശലഭമി. പ്രയാണം എന്ന് വെച്ചാൽ ഒരു ജേണി, ഒരാളുടെ ഒരു ലൈഫിനെ കുറിച്ച് ഒരു ജേണി, അതിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് അതിനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് പ്രയാണം. പിന്നെ ഒരു ശലഭമി ഒരു ലവ് സോങ് ആണ്, എല്ലാവർക്കും കേട്ട് ഇഷ്ടമാവുന്നൊരു സോങ്ങാണ്. അങ്ങനെ 2 സോങ് 2 കോൺസെപ്റ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കുറേ ഐഡിയാസൊക്കെ വരിക. സോ ഇനിയും കുറച്ച് കോമ്പോസിഷൻസ്, ഒരു മ്യൂസിക് വീഡിയോ ഇറക്കാനുള്ള പ്ലാനിലാണ്. സോ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഈ അത് സസ്പെൻസ് ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കോമ്പോസിഷൻ ഇതിനോടകം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായും പാടാം. ഞാൻ ഫസ്റ്റ് പ്രയാണം സോങ് പാടാം. യാത്രയായി പാതയിൽ മൗനമീരാത്താരയിൽ നീളും ജീവിതം തോരാതെ നീട്ടും ഓർമ്മകൾ, നോവും നന്മയും പാകുന്നൊരീ വഴി, കാലമാമീ നൗകയിൽ നീളെ പോകയായി മൂകവീതിയിൽ
ജലധി ഓരം തേടി നീങ്ങുന്നു നിന്റെ പ്രയാണം. അപ്പോൾ ഇത് നിങ്ങളുടെ ഓൺ കമ്പോസിഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തത്? അതെ. ഇപ്പം ഈ സിനിമാ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ പലർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള നിരവധി സോങ്സ് വന്നിട്ടുണ്ട് അജയ് സത്യൻ്റെതായി. ഏറ്റവും പാടിയിട്ടുള്ളത് ഏറ്റവും മാസ്റ്റർ പീസ്. പലർക്കും അറിയില്ല അജയ് സത്യനാണ് പാട്ട് പാടിയിട്ടുള്ളതെന്ന് പോലും അറിയില്ല. അപ്പോൾ അതെ, എന്താ വെച്ചാൽ ആ സമയത്ത് അധികം എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഒന്നും അധികം ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ആ ഒരു സോങ് എന്ന് വെച്ചാൽ തെലുങ്ക് ഡബ്ബിങ് സോങ് ആയിട്ട് ഇറങ്ങിയ, പക്ഷെ ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഒക്കെ റിസീവ് ചെയ്തു ആ സോങ്. എന്താ വെച്ചാൽ കോളേജ് ഓഡിയൻസിനൊക്കെ പറ്റിയൊരു സോങ് ആയിരുന്നു. പ്രത്യേകിച്ച് അത് ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന സിനിമ പെട്ടെന്ന് ഈ കോളേജിന്റെ ഒരു ബീറ്റ് പെട്ടെന്ന് മനസ്സിലാക്കി. ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരു മൂവിയാണ്, എഞ്ചിനീയറിംഗ് ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് മൂവി. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ പാട്ടൊന്ന് കേൾക്കാം. അജയ് സത്യനാണ് ആ പാട്ട് പാടിയതെന്ന് കൂടി അറിയുമ്പോൾ. ആയിക്കോട്ടെ. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തകത്താഴുകളിൽ അക്ഷരത്താഴുകളെ ഒന്നായി തുറന്നിടും, we are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെൻ്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെൻ്റെ സ്വരം. വോ 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 വോ. ഇനി നമുക്ക് പ്രയാണിന്റെ വിശേഷങ്ങൾ കൂടി ചോദിച്ചാൽ എന്താണ് കൂടുതൽ ഷോസ്, കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ? എന്ന് പറയുമ്പോൾ ഇപ്പോൾ 30th ഒരു ഷോ ഉണ്ട് തൊടുപുഴയിൽ. അവിടെ കേരള കാർഷിക മേള അവരുടെ ഒരു ഗ്രാൻഡ് ഇവൻ്റാണ്. സോ ആ ഒരു ഷോവിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ 3-4 ഇവൻറ്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ, പിന്നെ തൃശ്ശൂർ, കൊരട്ടി. അങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, നല്ലൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ വിശേഷം പറച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടിയാവും. ആയിക്കോട്ടെ. ഞാൻ ഞങ്ങളുടെ സെക്കൻഡ് കോമ്പോസിഷൻ ശലഭമേ, ആ സോങ്. നീ എന്നുമെൻ ജീവനിൽ പൂവിടും എൻ സ്വപ്നമേ, മൗനമേ, കാലമേ, ഈ കുളിരിടും മഞ്ഞിലെ വേളയിൽ കൂടെ വരൂ ഈ കിനാവിൻ താഴ്വരയിൽ. അന്നു കാണും ദിനം എൻ മനം നിശ്ചലം, എന്നുമെന്നും ഒരേ ഒരു നിറം സ്പന്ദനം. ഓർമ്മയിലൊരു മുഖം തേടുമെന്നും നിൻ സ്വരം, മൂകമായി പോയൊരീ യാത്രയിൽ വേളയിൽ. ഓ ശലഭമേ, പാറും മായാലോകമേ, വന്നു നീ ജീവനിൽ ഒരു വർണ്ണച്ചിറകുമായി. ഓ ശലഭമേ, വിരിയും സ്നേഹസ്പർശമേ, മൂളിയോ കാതിൽ നീ ഒരു പാടാ സ്വരവുമായി. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ വന്നു, നിരവധി പാട്ടുകൾ പാടി ഒരു സംഗീത സാന്ദ്രമാക്കി.
എന്തായാലും എല്ലാ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഒപ്പം ഞാനും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാം അടിപൊളിയാവട്ടെ അടുത്ത വർഷം. തീർച്ചയായും തിരിച്ചും ആശംസകൾ. ആൻഡ് താങ്ക്സ് ടു റിപ്പോർട്ടർ ചാനൽ ഫോർ കോളിംഗ് മീ. ഓക്കെ, എന്തായാലും മോർണിംഗ് റിപ്പോർട്ടറിൽ അതിയായി ഇതിന് വളരെയധികം നന്ദി. താങ്ക് യു.